ഹലോ. രാവിലെ നോക്കുമ്പോൾ മുറ്റത്ത് ചെറിയൊരു വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. മഴ മാറിയെന്ന് തോന്നുന്നു, എത്ര ദിവസത്തേക്കാണെന്ന് അറിയില്ല. അങ്ങനെ രാവിലെ തന്നെ ഏട്ടൻ കാശിനെ എടുത്ത് വന്നപ്പോൾ ഏട്ടൻ്റെ മേലാകെ കാശി മുള്ളി പണിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഏട്ടനോട് ഉണ്ണിമൂത്രം പുണ്യാഹെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റോട്ടിൽ നിന്ന് ഞങ്ങളൊരു ബഹളം കേട്ടത്. നല്ല ക്യൂട്ടായിരുന്നു ഇത് കാണാനായിട്ട്. ഒരു കൊച്ചു ഗാന്ധിജി കുട്ടി വടിയൊക്കെ പിടിച്ച് പോകുന്നുണ്ടായിരുന്നു. കൂടെ ഒരു ഭാരത് മാതയുണ്ടായിരുന്നു. ഇന്ന് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം. സത്യമായിട്ട് ഞാൻ ഇപ്പോഴാണ് ഗൈസ് അത് ഓർക്കുന്നത്. കാരണം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം സത്യം പറയാലോ മാസമോ ഡേറ്റോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞാൻ പുറത്ത് പോകാനായിട്ട് റെഡിയായി. അപ്പം ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പോൾ നിർബന്ധമായിട്ടും എനിക്ക് വേണ്ടി ചെയ്തൊരു കാര്യമാണ് ഹെയർ കട്ട് ചെയ്തു എന്നുള്ളത്. കാരണം ഞാൻ ഫേസ് ചെയ്യുന്ന 2 പ്രോബ്ലം ആയിരുന്നു. ഒന്ന് ഹെയർ ഫാള്, 2 ടൈം മാനേജ്മെൻറ്റ്. സത്യം പറയുമ്പോൾ ഇത് രണ്ടും എനിക്ക് സോൾവ് ചെയ്യാൻ സാധിച്ചത് എൻ്റെ ലോങ് ഹെയർ കട്ട് ചെയ്ത് ഷോർട്ട് ആക്കിയപ്പോഴാണ്. ഒന്നാമത്തെ കാര്യം, പിള്ളേരെയും കൊണ്ട് ഹോസ്പിറ്റലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഈ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഭയങ്കര പണിയായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഹെയർ കട്ട് ചെയ്തപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റ് നല്ലപോലെ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൂടാതെ ഹെയർ ഫാള്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് പാർട്ടത്തിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമുക്ക് സ്ലീപ്പ് കുറവായിരിക്കും. അതുകൂടാതെ അത്യാവശ്യം സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല തണുത്ത എണ്ണയൊക്കെ തേച്ച് ഇടയ്ക്ക് മുടി മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം എനിക്ക് അതൊക്കെ കുറച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് ഹെയർ ഷോർട്ട് ആക്കിയതിന് ശേഷം. അങ്ങനെ ഞാൻ ഹെയറൊക്കെ കെട്ടി റെഡിയായി. ഇനി എനിക്കൊരു വലിയ ചടങ്ങുണ്ട്, കാശിക്കുട്ടീനെ റെഡിയാക്കണം. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മക്കളെ ഇതുവരെ പുറത്ത് കൊണ്ടുപോയിട്ടില്ല. എൻ്റെ മക്കളാകെ എൻ്റെ വീടിൻ്റെ മുറ്റും ഹോസ്പിറ്റലും മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പുറത്ത് പോകുമ്പോൾ കാശിനെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും രണ്ടുപേരെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് കാശിനെ കൊണ്ടുപോകാം, പിന്നെ കൗശിക്കിനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പുറത്ത് കാശി ഇങ്ങനെ ഏട്ടനുമായിട്ട് സർക്കിറ്റ് അടിച്ച് നടപ്പുണ്ടായിരുന്നു ഞാൻ വരുന്ന സമയത്ത്. അപ്പോൾ ഇനി എന്തായാലും മെല്ലെ കാശിനെ എടുത്ത് റെഡിയാക്കണം. അങ്ങനെ ഞാൻ പോയി ഏട്ടൻ്റെ അടുക്കുന്ന കാശിനെ എടുത്ത് വന്നപ്പോൾ കാശി നല്ല ഉറക്കമാണ് ഗൈസ്. പണി പാളി. ഇനി അവൾ എഴുന്നേക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം പാവൻ്റെ മോള്. അപ്പോൾ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവളെ അവിടെ കിടത്തി. അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ വെള്ള ഹെയർ ബാൻഡും വെള്ള ഉടുപ്പൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് കൊണ്ടു തന്നതാട്ടോ. ഈ കൊച്ചു വൈറ്റ് കളർ ഉടുപ്പ് ആർച്ച കൊണ്ടുവന്ന ഉടുപ്പാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടി വെള്ള ഉടുപ്പാണ്. അപ്പം ഞാൻ അതിന് മാച്ച് ചെയ്യുന്നൊരു ഹെയർ ബാൻഡ് കഴിഞ്ഞ ദിവസം ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. മൊട്ടത്തലയാണ്, മുടിയൊക്കെ ഇങ്ങനെ കിളിർത്ത് വരുന്നതേ ഉള്ളൂ. പക്ഷെ എൻ്റെ ഒരു കൊതിക്ക് ഞാനൊരു ഹെയർ ബാൻഡ് വാങ്ങിച്ചിടിയിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. ഇവിടെ ഞങ്ങൾക്ക് കൂത്തുപറമ്പ് 2 ബേബി സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതിൽ ഞങ്ങൾക്ക് പൂക്കോടിനടുത്തുള്ള ബേബി സൂപ്പർ മാർക്കറ്റിൽ അത്യാവശ്യം തിരക്ക് കുറവാണ്. കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ നമുക്ക് അത്യാവശ്യം ഷോപ്പിങ്ങിന് പോകാൻ പറ്റും. അങ്ങനെ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് അത്യാവശ്യം ബോട്ടിൽസും പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഞാൻ അവിടെ പോയി ബോട്ടിൽ പരതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കാശിക്കുട്ടി നല്ല ഉറക്കം നോക്കുമ്പോൾ. കാരണം അവിടെ നല്ല തണുപ്പും നല്ല മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ കങ്കാരു ബാഗിലിരുന്ന് നല്ല ഉറക്കമാണ്. ഇത് കാണുന്ന അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറ്റുമെങ്കിൽ ഈ കങ്കാരു ബാഗ് വാങ്ങിക്കുക. കാരണം നമുക്ക് ഷോപ്പിങ്ങിനും പുറത്തൊക്കെ പോകുന്ന സമയത്ത് അത്രയും കംഫർട്ടബിൾ ആണ്. ഇവൾ ഇതിൽ കിടന്ന് ഉറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് കണ്ടു നോക്കുക. അങ്ങനെ എനിക്ക് പറ്റിയൊരു ബോട്ടിൽ നോക്കി, പക്ഷേ കിട്ടിയില്ല. ഡെലിവറി കഴിഞ്ഞപ്പോൾ എൻ്റെ വെള്ളം കൂടി നല്ല പോലെ കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ കൂടെപ്പുറപ്പ് പോലെ എൻ്റെ കൂടെയുള്ളൊരു സാധനമാണ് ബോട്ടിലും വെള്ളം. പക്ഷേ എന്തുകൊണ്ടോ ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്, വെള്ളം കുടിക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല ഗൈസ്. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അങ്ങനെ എനിക്ക് ബോട്ടിലൊന്നും കിട്ടാതെ ഞാൻ താഴെ പോയി കുട്ടികൾക്ക് വേണ്ട അത്യാവശ്യം മുത്താരയും കൽക്കണ്ടവും അങ്ങനെയുള്ളതൊക്കെ എടുത്തു. അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കാശിക്കുട്ടി മെല്ലെ എഴുന്നേറ്റു. അപ്പോൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോകാനേ ഉള്ളൂ. അവൾക്ക് വിശക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.